യൂറോപ്പിനെയും നാറ്റോയുടെ ശക്തിയെയും മുന്നിൽ കണ്ടുകൊണ്ട് ട്രംപ് നടത്തുന്ന യുഎസിന്റെ കുരുട്ട് തന്ത്രങ്ങൾക്ക് പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്ന പുടിന്റെ നീക്കങ്ങൾ കണ്ടിപ്പോൾ ഞെട്ടി വിറയ്ക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. ട്രംപിന് ചൂട്ടുപിടിച്ചുകൊണ്ടിരുന്ന അതേ യൂറോപ്യൻ രാജ്യങ്ങൾ. റഷ്യയുടെ അധിനിവേശം തടയാൻ റഷ്യക്ക് യൂറോപ്പിലേക്ക് കടക്കാൻ ഏറ്റവും എളുപ്പമുള്ള ലിത്വാന ബാൾട്ടിക് മേഖലയിൽ കനത്തൊരു മതിൽ പണിയുകയാണ് ഇപ്പോൾ അവർ. കാരണം ഒരു തരത്തിലും റഷ്യൻ ടാങ്കുകളോ കലാൽപ്പടയോ ഈ പ്രദേശത്തൂടെ തങ്ങളുടെ യൂറോപ്യൻ മേഖലയിൽ കടക്കരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. പക്ഷേ അത് വേണമോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് മറ്റാരുമല്ല, പുടിൻ തന്നെയാണ്. മൈനുകൾ, മിസൈലുകൾ, കാലാൽപ്പട എല്ലാം കൊണ്ട് വാരി വിതറുകയാണ് ഈ അതിർത്തിയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ. എന്തായാലും ഉക്രൈന് റഷ്യക്കെതിരെ പോരാടാൻ അമേരിക്ക വച്ചു നീട്ടുന്ന ആയുധങ്ങൾ വൻ വില കൊടുത്ത് വാങ്ങി ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈനിൽ എത്തിക്കുമോ, അതോ റഷ്യയുടെ കരമാർഗമുള്ള അധിനിവേശം തടയാനായിട്ട് ഈ ലിത്വാനിയ ബാൾട്ടിക് പ്രദേശത്ത് കൂടുതൽ സൈനികരെയും ആയുധങ്ങളെയും എത്തിക്കുമോ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നാണ് ഇപ്പോൾ ചോദ്യം. മൈൻഫീൽഡുകൾ, പാലങ്ങൾ, ആന്റി ടാങ്ക് ഡ്രാഗൺ സംവിധാനങ്ങൾ ഇവയൊക്കെ ഈ അതിർത്തിയിൽ ആവശ്യമാണ്. കാരണം റഷ്യയോട് പിടിച്ചു നിൽക്കണമെങ്കിൽ നാറ്റോയ്ക്ക് ശക്തി ഒരൽപ്പം കൂട്ടിയേ പറ്റൂ. റഷ്യ മാത്രമല്ല, സഖ്യകക്ഷികളായ ഇറാൻ, ചൈന, മറ്റ് സഖ്യകക്ഷികൾ ഇവരെല്ലാം ഒരുമിച്ച് റഷ്യയ്ക്കൊപ്പം യൂറോപ്യൻ രാജ്യങ്ങൾ കയറി ഇറങ്ങുമെന്നാണ് ഇപ്പോഴത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ മാസം ലിത്വാനിയൻ പ്രതിരോധ മന്ത്രി ഡോവിൽ സക്കലീൻ ബെലാറസിൽ നിന്നും തങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു വന്ന ഡ്രോണുകൾ ഇനി വരാതിരിക്കാൻ അവിടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കണമെന്ന് നാറ്റോയോട് ആവശ്യപ്പെട്ടിരുന്നു. പോളണ്ട്, എസ്തോണിയ, ലാത്വിയ, ലിത്വാനിയ ഈ രാജ്യങ്ങളാണ് ഇപ്പോൾ തങ്ങളുടെ അതിർത്തികൾ ശക്തിപ്പെടുത്തുകയും നിലവിലുള്ള അതിർത്തി വേലികൾ ശക്തമാക്കി ബലപ്പെടുത്തി ഇപ്പോൾ സൂക്ഷിക്കുകയും ചെയ്യുന്നത്. ഇതിനുള്ള ചിലവിന് ഈ 4 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനെ സമീപിച്ചിട്ടുമുണ്ട്. മതിൽ പൂർത്തിയാകുമ്പോൾ ഈ ആന്റി റഷ്യ മതിലിന് 940 മൈലിലധികം നീളമുണ്ടാകുമെന്നാണ് കണക്ക്. ലിത്വാനിയ കൗണ്ടർ മൊബിലിറ്റി ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർത്തിയ ഡസൻ കണക്കിന് എഞ്ചിനീയറിംഗ് സംവിധാനങ്ങൾ ഈ അതിർത്തിയിൽ കൊണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞു. തലസ്ഥാനമായ വിൽനിയസിനെ സംരക്ഷിക്കാൻ ആവശ്യമായ രീതിയിൽ പ്രതിരോധം തീർത്തില്ലെങ്കിൽ പണി കിട്ടുമെന്ന് ലിത്വാനിയക്ക് അറിയാം. കലിനിൻഗ്രാഡും ബെലാറസും തമ്മിലുള്ള ലിത്വാനിയ അതിർത്തി 590 മൈലിലധികം നീളമുള്ളതാണ്. 3 പാളി സംരക്ഷണമാണ് ഇപ്പോൾ അവരവിടെ ഉദ്ദേശിക്കുന്നത്. ടാങ്ക് വേദ കിടങ്ങുകൾ കുഴിച്ചു കഴിഞ്ഞു. കാരണം ഒരു കാരണവശാലും റഷ്യയുടെ ടാങ്കുകൾ അകത്തേക്ക് കടക്കരുത്. പക്ഷേ റഷ്യയുടെ ഡ്രോണുകൾ എന്ത് ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. കാലാൽപ്പടയെ പ്രതിരോധിക്കുന്നതിനായി 2 പാളികളായി ശക്തി കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. 2ാമത്തെയും 3ാമത്തെയും പാളികളിൽ സ്ഫോടക വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കും. തീർന്നില്ല, നഗരങ്ങളിലേക്കുള്ള വഴികളിലേക്ക് മരങ്ങൾ വെട്ടി നീക്കാനും ലിത്വാനിയ നിർദ്ദേശം നൽകി കഴിഞ്ഞു. റഷ്യൻ കവചിത വാഹനങ്ങൾ ഇങ്ങോട്ട് കടക്കാതിരിക്കാനാണ്. ബാൾട്ടിക്സുമായുള്ള നാറ്റോയുടെ കരബന്ധമായ സുൽവാനിയ, ലിത്വാനിയ പോലുള്ള അതിർത്തി റഷ്യ പിടിച്ചെടുത്താൽ വളരെ എളുപ്പമാണ് റഷ്യക്ക് കാര്യങ്ങൾ. ഒട്ടാവ കൺവെൻഷനിൽ നിന്നും ലിത്വാനിയും മറ്റ് നാറ്റോ രാജ്യങ്ങളും പിന്മാറിയിരുന്നു മൈനുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന കൺവെൻഷൻ ഉടമ്പടിയിൽ നിന്നും. അതുകൊണ്ട് തന്നെ ആളുകൾക്കെതിരെ ഈ മൈനുകൾ ഉപയോഗിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ലിത്വാനിയ. അതെന്തായാലും റഷ്യൻ സേനയ്ക്ക് കൂടുതൽ അപകടകരമാകും എന്നാണ് സൂചന. പക്ഷേ അത്യാധുനിക ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ കൈവശമുള്ള റഷ്യ ആദ്യം ഈ പ്രദേശങ്ങൾ വിമാനങ്ങൾ ഉപയോഗിച്ച് ബോംബിട്ട് ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രമേ യൂറോപ്യൻ അതിർത്തി കടക്കൂ എന്ന് വളരെ വ്യക്തമാണ്. എങ്കിലും ചെയ്യേണ്ടതൊക്കെ ചെയ്തു തീർക്കാം. പക്ഷേ ഒരു സംശയം ഇപ്പോഴും അവസാനിക്കുന്നു. അമേരിക്ക പറയുന്നത് പോലെ, ട്രംപ് പറയുന്നത് പോലെ അധിക വില കൊടുത്ത് US വച്ചു കിട്ടുന്ന ആയുധങ്ങൾ വാങ്ങി ഉക്രൈനിലേക്ക് എത്തിക്കണോ, അതോ ഈ ആയുധങ്ങൾ US നിന്ന് വാങ്ങി നേരെ ലിത്വാനിയ, പോളണ്ട് അടക്കമുള്ള രാജ്യങ്ങളുടെ അതിർത്തിയിൽ കൊണ്ട് സ്ഥാപിക്കണം എന്നാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ കൂലങ്കഷമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച